ഹലോ, ബൈബിൾ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന പുസ്തകം 2 ശമൂവേലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ഭാഗങ്ങൾ, ചില നോട്ടുകൾ, ചില കാര്യങ്ങൾ ഗ്രഹിപ്പാനിവിടെയുണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഞാൻ പോയിന്റ് ചെയ്യുന്നത്. ചില പുതിയ അറിവുകൾ ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകം വായിച്ചതിന്റെ വെളിച്ചത്തിൽ 1 ശമൂവേൽ 2 ശമൂവേൽ ഇത് ഒന്നിച്ചായിരുന്നു എന്നാണ് പറയുന്നത് യഹൂദ പുസ്തകങ്ങൾ. എന്നാൽ നമുക്ക് കിട്ടിയ ഈ വിശുദ്ധ സത്യ വേദഗ്രന്ഥത്തിൽ 1 ശമൂവേൽ 2 ശമൂവേൽ. ഈ 2 ശമൂവേലിനകത്തെ പ്രത്യേകത എന്താ? നമ്മൾ 1 ശമൂവേൽ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ബൈബിൾ പ്രോജക്റ്റുകാർ നന്നായിട്ട് നറേറ്റ് ചെയ്തു. എന്നാൽ ഈ 2 ശമൂവേൽ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ അത് വലിയൊരു മർമ്മം വെളിപ്പെട്ടു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ദൈവീക പരിപാടി, ദൈവീക പദ്ധതി തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏകദേശം ബൈബിൾ ഉൽപ്പത്തി 1 മുതൽ 11 വരെ ഏകദേശം 2000 വർഷത്തെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം 430 വർഷം വാഗ്ദത്തയോ അബ്രഹാം. അപ്പോൾ അബ്രഹാം മുതലാണ് ഈ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ തുടങ്ങുക. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായവും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നൊരു മർമ്മം, അതൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ബൈബിൾ പ്രോജക്റ്റുകാർ നന്നായി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ കാരണം പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അത് ഇപ്രകാരം ഞാൻ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോട് 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോട് 14 ആകും. അപ്പോൾ ഉൽപ്പത്തി 12 മുതൽ ദാവീദ് വരെ 14, അതിനുശേഷം ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോട് 14, ബാബേൽ പ്രവാസത്തിൽ നിന്ന് പിന്നെ ഒരു 14 വരുമ്പോൾ ക്രിസ്തു. ഇങ്ങനെ 42 തലമുറയുടെ അടുക്കുണ്ട്. ആ അടുക്കിന്റെ അകത്തെ ഇത്രയും നാള് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് 14 തലമുറകളിലെ കാര്യം, അബ്രഹാം മുതലുള്ള കാര്യം. നമുക്കെല്ലാം അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ലല്ലോ. ഇതിന്റെ ഒരു രൂപരേഖ മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പലർക്കും ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന തെറ്റുകളുണ്ട്. എല്ലാവരും പഠിച്ച് ആകണം എന്നാണ് നമുക്കൊക്കെ ആഗ്രഹം. എന്നാൽ എല്ലാം ഗ്രഹിക്കാനൊന്നും സാധിക്കില്ല. കാര്യം നിത്യത മുതൽ നിത്യത വരെ കിടക്കുന്ന ഈ തിരുവചനത്തിന്റെ സത്യങ്ങളെ കുറച്ചെങ്കിലും നമുക്കൊന്ന് ഗ്രഹിച്ചാൽ തെറ്റുകൂടാതെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും പഠിക്കാനും അതിലെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ 14 തലമുറ എന്ന് പറയുന്നത് അബ്രഹാം മുതൽ ദാവീദ് വരെ ഉള്ളതാണ്. 1 ശമൂവേലാണ് ദാവീദ് ഉദയം ചെയ്തു വരിക. ആക്ച്വലി രുത്തിന്റെ പുസ്തകം അവസാനം 4-ാം അധ്യായത്തിന്റെ അവസാനമാണ് ദാവീദ് എന്നുള്ള പേര് വരുന്നത്. ഇനി വെളിപ്പാട് വരെ നീണ്ടു കിടപ്പുണ്ട്. അപ്പോൾ ഈ ദാവീദിനെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരു നല്ല അറിവ്, അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ച് പറയുന്ന അറിവുകൾ ഈ 2 ശമൂവേലിലാണ്. കാരണം ദാവീദ് രാജാവാകുന്നത് ഈ 2 ശമൂവേൽ വരുമ്പം അതുവരെയും നമുക്കറിയാം, അതിന്റെ ആരംഭത്തിൽ യഹൂദ ഗ്രഹത്തിന്റെ രാജാവായിരുന്നു. പിന്നെ ഇസ്രായേലിന്റെ മൊത്തം രാജാവാകുന്നു. യെരുശലേം പിടിച്ചടക്കുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ 2 ശമൂവേലിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദാവീദിനെ കുറിച്ചാണ്. അപ്പം 14 തലമുറ വരെ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി വളരെ നന്നായിട്ട് നമുക്കറിയാം. കഥകളായിട്ടും പിതാക്കന്മാരുടെ ചരിത്രമായി കിടക്കുന്നു. എന്നാൽ ദാവീദ് മുതൽ 14 തലമുറ ഇനി വരാൻ പോകുന്ന രാജാക്കന്മാരാണ്. വേദപുസ്തകത്തിൽ ഇതുപോലെ പ്രശ്ന ഇല്ലെങ്കിൽ വൈഷമ്യമുള്ള ഇല്ലെങ്കിൽ വളരെ ദുർഘടമായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും വയലൻസ് ആണ് തുടർന്ന് 14 തലമുറയിൽ കാണുന്നത്. കാരണം ഈ ശമൂവേലിനോട് ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം ഇല്ലെങ്കിൽ നീ. ശമൂവേൽ ദൈവത്തോട് പറയുമ്പം നിന്നെ അല്ല തള്ളിയത്, എന്നെയാണ് തള്ളിയത് ദൈവം പറയുന്നത്. അതുകൊണ്ട് ദൈവികമാകുന്ന ആ തിയോക്രസി, ദൈവിക ഭരണം ഞങ്ങൾക്ക് വേണ്ട,
മറ്റുള്ള ജനത്തെ പോലെ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അങ്ങനെ ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് വില്ലല്ല, പെർമസി. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ രാജാവായിട്ട്, കർത്താവായിട്ട്, യേശുവിനെ രക്ഷിതാവായിട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ച നമ്മൾ യേശുവിന്റെ ഭരണം, യേശുവിന്റെ അനുഗ്രഹം, യേശുവിന്റെ അധികാരങ്ങൾ, യേശുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ നാം അനുവദിച്ചു കൊടുക്കണം. അപ്പൊ യേശുവിനെ രാജാവായി സ്വീകരിച്ച നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ പോകുമ്പോൾ പലതും പിഴച്ചു പോകും. ദാവീദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ഇത് ശമൂവേൽ നമുക്കറിയാം, അതല്ലായിരുന്നു. ആദ്യത്തെ രാജാവ് വളരെ പരാജയപ്പെട്ടു പോയി. ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ദാവീദ് ദൈവ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ദാവീദിനും വീഴ്ചകൾ വരുന്നതായി കാണുന്നുണ്ട്. പക്ഷെ ദാവീദ് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. നിന്റെ തലമുറയിൽ, നിന്റെ സിംഹാസനത്തിൽ ആ ദാവീദിനോടുള്ള കൃപ, ഇല്ലെങ്കിൽ നശിച്ചു പോകാത്ത കൃപ, ആ ഷുവർ മേഴ്സീസ് എന്ന് പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നുണ്ട്. അതും പ്രകാരം ഈ 14 തലമുറകൾ രാജാക്കന്മാർ കുറെയൊക്കെ കാര്യങ്ങൾ നല്ലതായിരുന്നു, കുറെയൊക്കെ മോശമായിരുന്നു. അവർ ദൈവാലോചനയ്ക്കനുസരിച്ച് അവർ ശുശ്രൂഷിച്ചില്ല. അവർ മറ്റു രാജാക്കന്മാരെ പോലെ തങ്ങൾക്ക് തോന്നിയതുപോലെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെയും ഒക്കെ ജീവിച്ചു. എന്നാൽ കുറെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് അല്പം ദൈവഭയവുമുണ്ട്, എന്നാൽ അവർ പൂർണ്ണ മനസ്സോടെ ദാവീദിനെ പോലെ ഏകാഗ്രത ഹൃദയത്തോടെ ദൈവത്തെ സേവിപ്പാനായിട്ട് തുനിഞ്ഞില്ല. അഞ്ഞ് നമ്മൾ ഈ ബൈബിൾ ഹിസ്റ്ററി പഠിക്കാൻ പോവാം എന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമുക്കൊരു പാഠം മനസ്സിലാക്കണം. നമ്മൾ ലോക രാജാക്കന്മാരെയൊക്കെ, നമുക്ക് അധികാരികളൊക്കെ നമുക്ക് കീഴ്പ്പെട്ട ജീവിക്കുന്നെങ്കിലും ഒരു സ്വർഗീയ അധികാരിക്ക്, അല്ലെങ്കിൽ സ്വർഗീയ അധ്യക്ഷന്, അല്ലെങ്കിൽ സ്വർഗീയ രാജാവിന്, അല്ലെങ്കിൽ മഹാദൈവത്തിന് നാം നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചവരും ആ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തവരുമാണ്. ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഇനിയും ഇതൊന്ന് വാച്ച് ചെയ്ത് അതിനുശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ പുസ്തകം എങ്ങനെ ഉണ്ടായി. The book of 2 Samuel. Check out the video on 1 Samuel where we were introduced to the book's 3 main characters, Samuel, Saul, and David, and then also to the book's literary design, which first introduced Samuel and then traced the rise and fall of King Saul in contrast to the rise of King David. 2 Samuel tells the story of David as Israel's king, and in 2 movements. There's a season of success and of blessing, followed by a huge moral failure and then its sad consequences. And then the book ends with this well-crafted conclusion that reflects back on the good and the bad in David's life, generating hope for a future king to come from his line. So 2 Samuel picks up after Saul's death, and David surprises everyone by composing this long poem where he laments the death of the very man who tried to murder him. And so once again, the author, he's presenting David's humility and compassion. He's a man who grieves the death even of his own enemies. After this, David experiences a season of success and God's blessing. All of the Israelite tribes, they come to David and then they ask him to unify all the tribes as their king. And so the first thing David does as king is to go to the city of Jerusalem. He conquers it, and he establishes it as Israel's capital city, which he renames as Zion. And from there, David goes on and he wins many battles and expands Israel's territory. Now, after making Jerusalem the political capital of Israel, he wants to make it their religious capital as well. And so he has the Ark of the Covenant moved into the city. And then in 2 Samuel 7, he tells God, now that Israel has a permanent home, he thinks that God's presence should also get a permanent house. So he asks if he can build a temple for the God of Israel. But God says to David, thank you for that thought, but actually I'm going to build you a house, a dynasty. Now, 2 Samuel 7, this is a key chapter for understanding the storyline of the whole Bible, because God here makes a promise to David that from his royal line will come a future king who's going to build God's temple here on earth and set up an eternal kingdom. And it's this messianic promise to David that gets picked up and developed more in the book of Psalms and also in the books of the prophets. And it's this king that gets connected to God's promise to Abraham. The future messianic
Messianic kingdom will be how God brings his blessing to all of the nations. And it's right here, in the midst of all this divine blessing, that things go horribly wrong. David makes a fatal mistake. Not fatal for him, but for a man named Uriah, one of David's prize soldiers. So from his rooftop, David sees Uriah's wife, Bathsheba, bathing. David finds her, he sleeps with her, gets her pregnant, and then he tries to cover the whole thing up by having Uriah assassinated and then marrying her. It's just horrible. So when David's confronted by the prophet Nathan about all of this, he immediately owns up to what he's done. He's broken, he repents, he asks God to forgive him, and God does forgive him, but God doesn't erase the consequences of David's decisions. And so as a result of this horrible choice, David's family, his kingdom, it all falls apart. And it makes this section a tragic story, much like Saul's downfall. So David's sons end up repeating his own mistakes, but in even more tragic ways. So Amnon sexually abuses his sister Tamar, and then their brother Absalom finds out about all of this and has Amnon assassinated. And then Absalom goes and he hatches the secret plan to oust his father David from power, and he launches this full-scale rebellion. And so for a second time, David is forced to flee from his own home and go hide in the wilderness, except this time he is not an innocent man. The rebellion ends when David's son is murdered, when it breaks David's heart. And so once again, he laments over the very man who tried to kill him. David's last days find him back on his throne, but as a broken man, he's wounded by the sad consequences of his sin. The book concludes with a well-crafted epilogue, with stories that are out of chronological order, but they have this really cool symmetrical literary design. So the outer pair of stories come from earlier in David's reign, and they compare the failures of Saul and then of David, and how each of them hurt other people through their bad decisions. The next inner pair of stories are about David and his band of mighty men who went about fighting the Philistines. And what's interesting is that both sections have a story of David's weakness in battle. So in contrast to the victorious David of chapters 1 through 9, here we see a vulnerable David who's dependent on others for help. The center of the epilogue has two poems that act like memoirs, and David reflects back on his life. And he remembers times when God graciously rescued him from danger. And he sees these as moments where God was faithful to his covenant promise to him and to his family. Both poems conclude by looking back onto the hope of God's promise of a future king who will build that eternal kingdom. Now these poems and then God's promise also connect back to Hannah's poem that opened the book. And so these key passages from the beginning, now the middle, and the end of the book bring the book's themes all together. Despite Saul and David's evil, God remained at work, moving forward his redemptive purposes. And God opposed David and Saul's arrogance, but he exalted David when he humbled himself. And so the future hope of this book reaches far beyond David himself. It looks to the future, to the Messianic king who will one day bring God's kingdom and blessing to all of the nations. And that's what the book of Samuel is all about. എങ്ങനെയുണ്ടായിരുന്നു? നന്നായി കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടില്ലേ? ഇത് പഠിക്കാനായിട്ട് വളരെ അനുഗ്രഹമാണ്. ഇനി ഒന്ന് നോക്കിക്കേ, ഈ രണ്ട് ശമൂവേലിന്റെ പുസ്തകം. ദാവീദ് വലിയ പുള്ളിയാണ്. ആക്ച്വലി ദാവീദിനെയും അബ്രഹാമിനെയും ഒക്കെ വലിയ പുള്ളിയായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കരുതുന്നത്? ഞാനൊരു യഹൂദനല്ല. നിങ്ങൾ ചിലപ്പോൾ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം യഹൂദന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. യഹൂദന്മാരാണ് ആദ്യകാല വിശ്വാസികളിൽ നല്ല പങ്ക് ഇപ്പോഴും കാണും. എന്നാൽ നമ്മളൊക്കെ അബ്രഹാം ഒരു ഗോത്രപിതാവ്, യഹൂദന്മാരുടെ ഗോത്രപിതാവ്, ഇസഹാക്ക് ഒരു ഗോത്രപിതാവ്, യാക്കോബ് ഒരു ഗോത്രപിതാവ്. ചരിത്രത്തിൽ ഇതുപോലെയുള്ള മഹാന്മാർ കഴിവുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെ ഒക്കെ നമ്മൾ പിതാക്കന്മാരായി അംഗീകരിക്കുന്നതിന്റെ കാരണം ഈ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14, അങ്ങനെ അബ്രഹാമിന്റെ 42ാമനായി ഇല്ലെങ്കിൽ വന്ന തന്റെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ ആ വംശപാരമ്പര്യത്തിൽ ക്രിസ്തു ഉദയം ചെയ്തതുകൊണ്ട് ദൈവം വീണ്ടും ഈ 42 തലമുറക്കാരന്റെ മകനായിട്ട് വന്ന് ക്രിസ്തു, ഞാൻ വളരെ ലൈറ്റായിട്ട് പറയുന്നത് കൊണ്ട് ഇതിന്റെ ആധികാരികത ഒക്കെ നഷ്ടപ്പെടുത്തി എന്നാരും ചിന്തിക്കരുത്. സത്യത്തിൽ അതല്ലേ നടന്നത്.
അബ്രഹാമിനെ അബ്രഹാം ആകുന്നത് കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ കിടക്കുന്ന ആളാണ്. ഇന്നും ജീവിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, ഇസഹാക്കിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, യാക്കോബിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവരുടെ ജീവിതം വളരെ മാതൃകയായിട്ടുള്ള എടുക്കാവുന്ന കാര്യം നാം എടുക്കുന്നു. അവരെ പറ്റി ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ക്രിസ്തു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഈ 40 അബ്രഹാം തുടങ്ങിയിട്ട് നമുക്കൊരു അബ്രഹാമിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ജഡപ്രകാരമുള്ള സന്തതിയൊക്കെ ജനിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ദാവീദിന് വീഴ്ച പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതൊന്നുമല്ല ഞാൻ പറയാൻ വരുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത, ആരോടാ ചെയ്തത്? ആദമിനോട് വാഗ്ദത്തം ചെയ്ത്, അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി വരുമെന്നുള്ള ആ പ്രോമിസ് ദൈവം ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ വന്ന് അബ്രഹാമിന് ആ ഭാഗ്യം ലഭിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് തന്റെ ആദ്യത്തെ 14 തലമുറ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാം. പിന്നത്തെ 14 തലമുറ രാജാക്കന്മാരായിട്ട് വന്നു, ശക്തന്മാരായിട്ട്. അവരുടെ വാഴ്ചകൾ, അവരുടെ ജ്ഞാനം, അവരുടെ ആരാധന, അവർ കഴിക്കുന്ന രീതികൾ, ഇതൊക്കെ ഈ വേദപുസ്തകത്തിലുണ്ട്. അതിനുശേഷം വീണ്ടും അവർ അടിമത്തത്തിലേക്ക് പോയി, ബാബിലോണിലേക്ക് പോയി, പ്രവാസികളായി പോയി. ഒരു പ്രവാസകാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 14 തലമുറ വരിക. അപ്പൊ ഈ ദാവീദിന്റെ മക്കളെ എല്ലാം കൊന്നു എന്നുള്ള ധാരണയാണ് ലോകത്തിനുള്ളത്. ഇല്ലെങ്കിൽ ശത്രു രാജാക്കന്മാർ ചിന്തിച്ചത്. എന്നാൽ അവരങ്ങനെ ചിന്തിച്ചത് തെറ്റാ. കാരണം ദൈവം ആ പ്രവാസത്തിൽ പോയ കുറെ ആൾക്കാരെ അവിടെയായി സൂക്ഷിച്ച് ആ രാജവംശത്തിന്, ദാവീദിന്റെ വംശം നശിക്കാതെ അതിനെ സൂക്ഷിച്ച് വന്ന് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ വളർത്തപ്പനായ ജോസഫിൽ വന്നിരിക്കുന്നു. മറിയയും അങ്ങനെ തന്നെയാണ് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ കാണുന്നത്. അതിന്റെ അർത്ഥം ദൈവം തന്റെ വാഗ്ദത്തം മാറുന്നില്ല. മനുഷ്യൻ മാറിപ്പോകുന്നത് കൊണ്ടും ദൈവീയ പ്രമാണത്തിൽ, ദൈവീയമാകുന്ന ആലോചനയിൽ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന, വഴി പിഴച്ചു പോകുന്നു. എങ്കിലും ഒരു തലമുറയോ 2 തലമുറയോ വഴി പിഴച്ചു പോയിട്ടും കർത്താവ് ഈ തലമുറയോടൊക്കെ വീണ്ടും ആ ദാവീദിനോട്, ഇല്ലെങ്കിൽ അബ്രഹാമിനോട് ഉള്ള വാഗ്ദത്തം, ഇല്ലെങ്കിൽ ഹവ്വയോടുള്ള വാഗ്ദത്തം നിലനിർത്തുവാൻ, മനുഷ്യവർഗത്തോടുള്ള ആ വലിയ വാഗ്ദത്തം നിലനിർത്തുവാൻ വേണ്ടി കർത്താവ് തലമുറകളിൽ കൂടെ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിക്കും ഭൂമണ്ഡലത്തിനും അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് അങ്ങ് അനാദിയും ശാശ്വതമാകുന്ന ദൈവമാണ്. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന്റെ പ്ലാനിലേക്ക് വരുവാൻ, ഈ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുവാൻ, ചരിത്രത്തിൽ കൂടെ, ഏടുകളിൽ കൂടെ സംസാരിക്കുന്ന ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഈ കൃപായുഗത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, ക്രിസ്തു ഉള്ളവരായി ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതവും ധന്യമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ, കൃപ കൊണ്ടിരിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം.